നമസ്കാരം. വളരെയധികം ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ താക്കോൽ ദാനം ചെയ്യപ്പെട്ട വയനാട് ടൗൺഷിപ്പിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കാരണം അതിൻ്റെ ഒന്നാം ഘട്ടം 178 വീടുകൾ കൈമാറുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ വിജയം എന്നുള്ള രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം പദ്ധതികളിലൊന്നും ഇടപെടുവാനോ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്യുവാനോ സർക്കാരുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്ത് വൻ പ്രചാരണം നൽകി മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും പരസ്യങ്ങൾ പോലെ തന്നെ വാർത്തകൾ നൽകി ദൃശ്യമാധ്യമങ്ങളിൽ ലൈവ് പരിപാടികൾ അവതരിപ്പിച്ച് നടത്തിയ പരിപാടികൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 178 വീടുകൾ വയനാട് ദുരിതബാധിതർക്ക്, ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൈമാറി എന്നുള്ളത് എല്ലാവരും കേരളം ഒന്നാകെ പറഞ്ഞു നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിനെ തുടർന്ന് നടനായ മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചതും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രാദേശിക പ്രതിനിധിയെ കൂടെ നിന്നപ്പോൾ ഏതാണ്ട് ആട്ടി ഓടിക്കുന്നത് പോലെ തന്നെ അകറ്റി നിർത്തി ഒടുവിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ കൂട്ടായ ഒരു പണം കൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ക്യാപിറ്റൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ടൗൺഷിപ്പാണിത് എന്ന മമ്മൂട്ടി ഒരു പ്രഖ്യാപനം പോലെ നടത്തിയിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അന്നത് വിവാദമായിരുന്നു. പക്ഷേ ഇന്ന് ഒന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായി തോന്നുന്നതും പലരും പറയുന്നതും, മമ്മൂട്ടി ഒരു തരത്തിൽ മുൻകൂർ ജാമ്യം എടുക്കുകയായിരുന്നു. വെറുതെ പറയുന്നതല്ല. കാരണം ഈ 178 വീടുകൾ കൈമാറി എന്ന് പറഞ്ഞല്ലോ, അതിലൊന്നുപോലും താമസയോഗ്യമല്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. കാരണം അവിടെ പണികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൻ്റെയും മൂന്നാം ഘട്ടത്തിൻ്റെയും ഒക്കെ മൊത്തം 450ഓളം വീടുകൾ നിർമ്മിച്ച് ഒരു ടൗൺഷിപ്പായി കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ അന്തിമമായ ലക്ഷ്യം. 450ഓളം വീടുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറുക എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാം ഘട്ടത്തിലാണ് ഈ 178 വീടുകൾ നിർമ്മിക്കപ്പെട്ട് കൈമാറി എന്ന് കൊട്ടും കുരവയോടുകൂടി പിണറായി സർക്കാർ അവകാശപ്പെട്ടത്. അത് ആ അവകാശവാദം പതിവ് പോലെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ അവകാശവാദങ്ങളെയും പോലെ തന്നെ, അതായത് പ്രവാസികൾ ജോലി ഉപേക്ഷിച്ച് തിരിച്ചെത്തിയാൽ മാസം 6000 രൂപയോ മറ്റോ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം പോലെ തന്നെ, അതുപോലെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നുള്ള അവകാശവാദം പോലെ തന്നെ പൊള്ളയായ നുണയായ ഒരു വാഗ്ദാനമായി പരിണമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ആ വീടുകളിൽ ഒന്നിൻ്റെ പോലും പണി തീർന്നിട്ടില്ല. അവിടെ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും കയറിത്താമസം തുടങ്ങിയിട്ടില്ല. പണികളായിട്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കുന്നത് ഡ്രെയിനേജിൻ്റെ പണി പ്രധാനമായിട്ടും, കാരണം ഇത് കോമൺ ഡ്രെയിനേജായിട്ട് കണക്ട് ചെയ്യുന്ന പണി തീർന്നിട്ടില്ല. തന്നെയുമല്ല, അറ്റകുറ്റപ്പണികൾ പോലും വരുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള തേച്ച് മിനുക്കലുകൾ പലയിടത്തും നടക്കുന്നു. തന്നെയുമല്ല, പല വീടുകളുടെയും പണി പൂർണ്ണമായിട്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരിടത്ത് ശൗചാലയം ഇല്ലെങ്കിൽ മറ്റിടത്ത് ബെഡ്റൂം പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ ഹാളിലെ ടൈൽസ് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള പണികൾ ഇനിയും ബാക്കിയാണ്. അതായത് പുതിയൊരു വീട് നിർമ്മിച്ചു തീർത്തു എന്ന് പറയുവാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വീടിൻ്റെ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. വയനാട്ടിലെ ദുരിതബാധിതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുവാൻ കഴിയുന്നത്, അവർ പറയുന്നത് പരസ്യമായൊരു പ്രതികരണത്തിന് ഞങ്ങൾ മുതിരുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിലുള്ള ഏക ആശ്രയം ഈ ടൗൺഷിപ്പാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഉരുൾപൊട്ടലിൽ, ഒരു പ്രകൃതി ദുരന്തത്തിൽ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നിൽ ഇരകളായവർ അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ ടൗൺഷിപ്പ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ കുറ്റപ്പെടുത്തുവാനോ ഇതിലാരുടെയെങ്കിലും ഒപ്പം നിൽക്കുവാനോ ഞങ്ങൾ ഒരുക്കമല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഇതൊന്ന് പൂർത്തിയായി ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതികരണത്തിന്, ഇത് സംബന്ധിച്ചുള്ള ഒരു വിമർശനത്തിന് അവരാരും മുതിരുന്നില്ല. അത് സ്വാഭാവികമായൊരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ്. പക്ഷേ മറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ഈ ദയനീയ അവസ്ഥയെ ഒരു പരിധിയുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ സ്വന്തം പരസ്യത്തിനായി, സ്വന്തം ഭരണനേട്ടം എന്നുള്ള വ്യാജ പ്രചരണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു പിണറായി സർക്കാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയല്ലിത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മമ്മൂട്ടി ഒരു മുൻകൂർ ജാമ്യമെടുത്ത് CPIM പ്രാദേശിക പ്രതിനിധിയെ ആട്ടി അകറ്റി ഇത്
ജനങ്ങളുടെ കാശാണെന്നുള്ളത് ഓർമ്മ വേണമെന്നുള്ള തരത്തിലായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ആ പ്രസ്താവന നടത്തിയിട്ട് പോയത്. അതുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി ഉടനടി മമ്മൂട്ടിയെ വിളിച്ച് അങ്ങോട്ട് മാപ്പ് പറയുകയും ഇനി കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നുള്ള തരത്തിലുള്ളൊരു അപേക്ഷയായിരുന്നിരിക്കാം അത് എന്നാണ് ഇപ്പോൾ കണക്കാക്കേണ്ടി വരിക. കാരണം ഇത്തരത്തിലുള്ളൊരു ചതി മറ്റെന്ത് കാര്യത്തിലും നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ആ ജനങ്ങളുടെ ആരോഗ്യം, ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ദുരിതബാധിതരുടെ ആവാസ വ്യവസ്ഥ, സാധാരണ ജനങ്ങളുടെ അല്ല. ഇപ്പോൾ ഒരു 2 ബെഡ്റൂം വീട് ഇപ്പോൾ തന്നെ ഉള്ള ഒരാൾക്ക് 4 ബെഡ്റൂം വീട് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി അല്ല അവിടെ നടക്കുന്നത്. ഒരു പ്രകൃതി ദുരന്തത്തിൽ സർവസ്വവും നഷ്ടപ്പെട്ട് ആകാശത്തേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുകൈകളും മേലേക്ക് ഉയർത്തി നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ചതി നടന്നിരിക്കുന്നത്. അത്തരത്തിലൊരു വഞ്ചന നമ്മുടെ മുമ്പിലേക്ക് ഒരു പരസ്യപ്രചരണമായി വയ്ക്കുമ്പോൾ, അതും തിരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുള്ള പരസ്യപ്രചരണമായി വയ്ക്കുമ്പോൾ എത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഇവർ കേരളത്തിലെ ജനങ്ങളുടെ നേരെ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേൽ കാട്ടുന്നത്, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു വശം മാത്രമല്ല ഞങ്ങൾ പഠിച്ചത്. CPIM-ൻ്റെ പ്രാദേശിക പ്രതിനിധികളുമായിട്ടും അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമായിട്ടും സംസാരിച്ചു. അവരാരും പ്രത്യക്ഷത്തിൽ ഒരു ബൈറ്റ് പോലും തരാൻ തയ്യാറല്ല. എന്നാലും അവർ ന്യായമായിട്ട് അല്ലെങ്കിൽ ന്യായങ്ങളായിട്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിന് ന്യായങ്ങളായിട്ട്, ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാപ്സ്യൂളുകളായി പറയുന്നത് അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വിഷുവിന് ഞങ്ങൾ താക്കോൽ കൈമാറിയേനെ എന്നാണ് അവർ പറയുന്നത്. എന്തൊരു ഭോഷ്കാണെന്ന് ആലോചിച്ച് നോക്കൂ ഇത്. കാരണം ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും, ഏത് സമയവും നിലവിൽ വരാമെന്നുള്ളൊരവസ്ഥയിലാണ് ഈ ആനമയിലൊട്ടകം കൊട്ടിഘോഷിച്ച് കൊട്ടുംകുരവയുമായി നാടാകെ അറിയിച്ച് പരസ്യപ്രചരണം നടത്തി മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ ലൈവ് പോയി ഈ പരിപാടി നടത്തി താക്കോൽ ദാനം നിർവഹിച്ചിരിക്കുന്നു. വയനാടിനെ കാക്കാൻ പിണറായി അല്ലാതെ മറ്റാര്, LDF അല്ലാതെ മറ്റാര് തുടങ്ങിയ പരസ്യപ്രചാരണങ്ങൾ ഇപ്പോഴും തെരുവോരങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ജനങ്ങളുടെ പണം മുടക്കി സർക്കാർ വെച്ചിരിക്കുന്ന അവകാശവാദങ്ങളുടെ പരസ്യപ്പലകകൾ. ആ പരസ്യപ്പലകകൾ നോക്കി സ്വയമെങ്കിലും നിങ്ങൾ ചോദിക്കണം, എന്തിനിത് ചെയ്യുന്നു? ഈ ക്രൂരത, ഈ വഞ്ചന ഒരു തുടർക്കഥയായി പിണറായി സർക്കാർ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കുറ്റക്കാരാരാണ്? ചെയ്യുന്ന അവരാണോ, അതോ അവരെ തിരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്ന നമ്മളാണോ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആലോചിക്കുക. അല്ലെങ്കിൽ ഈ വഞ്ചന ഇനിയും തുടർന്നു കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള വഞ്ചനകൾ എത്ര നടത്തിയാലും ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, അവകാശവാദങ്ങളുടെ പരസ്യപ്പലകകളിൽ മാത്രം വികസനം ഒതുക്കി ജനങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ചിന്തിക്കേണ്ടത് നമ്മളാണ്, പരിഹാരം കാണേണ്ടതും നമ്മൾ തന്നെയാണ്. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.